സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വരുണിൻ്റെ രാധികയും കൂടി സംസാരിക്കുന്നതാണ്. രാധിക പറയുന്നുണ്ട്, അതെ, ഈ മ്യൂസിക് ക്ലാസ്സിലൂടെ വലിയ വരുമാനമൊന്നും കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി കണ്ടുവച്ചിട്ടുണ്ട്. എന്താ അത്? അല്ല, സാധാരണ ഈ മ്യൂസിക് ക്ലാസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഡാൻസ് ക്ലാസ് തുടങ്ങാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനാണോ പ്ലാൻ? അതല്ല, ഇത് മറ്റൊരു ബിസിനസ്സാണ്. ബിസിനസ്സോ? എന്ത് ബിസിനസ്? അതെന്താ, വരുണ് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്? എന്നാൽ താൻ പറ, തൻ്റെ മനസ്സിലുള്ള ഐഡിയ എന്താ? ഈ സമയം രാധിക പറയണേ, അത് പിന്നെ മ്യൂസിക് ക്ലാസ്സിന് വേണ്ടി കുട്ടികളെ വിളിക്കാനായിട്ട് ഓരോ വീട്ടിലും പോയപ്പോഴേ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അവിടെ അതിരാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് ഒരുക്കി വിടാനും അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ തയ്യാറാക്കാൻ കഷ്ടപ്പെടുന്ന പാരൻസിനെയാണ്. അത് കണ്ടപ്പോഴാണ് എനിക്കൊരാശയം തോന്നിയത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പരിപാടി അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും? അത് കൃത്യസമയത്ത് അവരുടെ വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ അത് വലിയൊരു ഹെൽപ്ഫുള്ളായിരിക്കില്ലേ? മാത്രമല്ല അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു വരുമാനം തരുന്ന മാർഗവുമാകും. അല്ല, ഇങ്ങനൊരു കാര്യം തുടങ്ങിയാൽ ഇതൊക്കെ ഇവിടെ ആര് ചെയ്യും? അത് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരെന്തിനാ? ഞാനും അമ്മയുണ്ടല്ലോ. എടോ, അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടപ്പാടല്ലേ? എന്ത് കഷ്ടപ്പാട്? ഒരു കഷ്ടപ്പാടും ഇല്ല. ഇവിടെ നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമല്ലേ, അതിനൊപ്പം കുറച്ച് അവർക്ക് വേണ്ടി കൂടി ഉണ്ടാക്കുക, അത്രയല്ലേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാതെ വീട്ടിലുള്ള പാരൻസൊക്കെ കുട്ടികൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഒരിക്കലൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ദിവസേന അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മടുപ്പിനൊക്കെ കാരണവും. ഇതാവുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അതിനൊരു പ്രത്യേക രുചി തന്നെയല്ലേ? താൻ പറയുന്നതൊക്കെ നേരാ. പിന്നെ പാചകം തൻ്റെ കൈ കൊണ്ടായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. പക്ഷെ താൻ അതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാരമില്ലെന്നേ വരുൺ ഓർമ്മയില്ലേ, നമ്മളവിടെ കണിമംഗലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ചില എടുത്ത തീരുമാനങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ അരികിലെത്തുമെന്ന് ആ വാക്ക് നമുക്ക് പാലിക്കേണ്ടേ? അതിനുവേണ്ടി നമ്മൾ ശരിക്കൊന്ന് പോരാടിയാലല്ലേ പറ്റുള്ളൂ. എന്നാണെങ്കിലും തൽക്കാലം ഇപ്പോൾ കഷ്ടപ്പെടാൻ എനിക്കൊരു മടിയില്ല. വരുണ് നല്ലൊരു ജോലിയൊക്കെ കിട്ടി സ്റ്റേബിളായി കഴിയുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാം. എന്താ അതുപോലെ വരുണ്? അച്ഛനോടും അമ്മയോടൊക്കെ ഞാൻ ഈ കാര്യം സംസാരിച്ചതാ, അവരും എനിക്ക് ഫുൾ സപ്പോർട്ടാ. അത് ശരി, അപ്പം നിങ്ങൾ ഓൾറെഡി സംസാരിച്ച് തീരുമാനമൊക്കെ എടുത്തു വെച്ചു അല്ലേ? എന്നിട്ടാണോ എന്നോട് ചോദിക്കുന്നത്? എന്നാലും വരുണിൻ്റെ സമ്മതം എനിക്ക് വേണ്ടേ? ഇനി ഞാൻ സമ്മതിക്കാതിരുന്ന അതിൻ്റെ ഒരു പരിഭവം ഇനി വേണ്ട. താൻ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് ചെയ്തോ. തനിക്ക് എന്തിനു സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ട് കൂടെ. അതെ, ഇതിപ്പോൾ ചെറിയ യൂണിറ്റായിട്ട് തുടങ്ങാനല്ലേ, അല്ലാതെ ഇതിന് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി വിപുലീകരിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? തൽക്കാലം ഇപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനൊന്നുമില്ല. പിന്നെ രാധികെ, ഇന്നെനിക്ക് ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് പോകാനുള്ള സമയം. ഞാനെന്നാൽ വേഗം റെഡി ആവട്ടെ. പിന്നെ താൻ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങി അതിൻ്റെ തിരക്കിലേക്ക് മുഴുവൻ സമയവും ഇൻവെസ്റ്റ് ചെയ്തൊന്നും കളയല്ലേ കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഇയാളുടെ കയ്യിൽ കുറച്ച് സമയം ഉണ്ടാവണം. എന്തിനാണെന്നോ? നല്ല ചോദ്യം. ഈ അവശതയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ എന്നെ സ്വീകരിക്കാനും അതുവരെ ഉണ്ടായ അലച്ചിലും ടെൻഷനും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് തൻ്റെ മടിയിൽ സ്വസ്ഥമായിട്ട് കിടക്കാനൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അതിന് താൻ എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചേ പറ്റൂ. അല്ലാതെ മുഴുവൻ സമയം ഇതും തലയിലെടുത്ത് വെച്ചാലേ എനിക്ക് അവിടെ പൊതി കൊടുക്കാനുണ്ട്, ഇവിടെ പൊതി കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്നാൽ ശരി, ഞാൻ റെഡിയായിട്ട് പോകുവാണേ. അങ്ങനെ പറഞ്ഞാൽ വരുൺ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. അവിടെ മുത്തശ്ശിയാണെങ്കിൽ ഓരോരുത്തരെയൊക്കെ പോയി കണ്ട് ഭരിക്കുവാണ്. അങ്ങനെ അവർക്കൊക്കെ സുഖമാനായിട്ട് പെരുമാറ്റമൊക്കെ കണ്ട് ആകെ ചൊറഞ്ഞു കയറിയിരിക്കുവാണ്. ഈ സമയം മുത്തശ്ശി നേരെ പ്രിയങ്കൻ്റെ അരികിലേക്ക് എത്തുവാണ്. അന്നേരം അവിടെ ഡയറക്ടർ ബുക്കിലിരുന്ന് കുത്തിക്കുറിക്കുന്നത് കാണുന്നത് മുത്തശ്ശി പറയണേ, മോളെ പ്രിയങ്കെ, നീ വാ, അയാളോട് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെ, ഇയാൾ കുറേ നേരമല്ലോ കഥയും വായിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അന്നേരം ഡയറക്ടർ പറയണേ, അതെ, ഞാൻ ചുമ്മാ ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കുമല്ല, സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുക, അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട്. പ്രിയങ്കയ്ക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ? എനിക്കറിയാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ഇവിടെ എൻ്റെ പ്രിയങ്കമോൾ പറയുന്നതായിരിക്കും അവസാന വാക്ക്. ഞാൻ എൻ്റെ പ്രിയങ്കമോൾക്ക് വേണ്ടിയാണ് ഇത്രയും പണമൊക്കെ മുടക്കി ഈ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടത്തുന്നത്. ഇവിടെ മറ്റെല്ലാവരെയും പരിഗണന കൊടുക്കേണ്ടത് എൻ്റെ പ്രിയങ്കമോൾക്കായിരിക്കണം. അന്നേരം ഡയറക്ടർ പറയണേ, എനിക്കെല്ലാവരെയും ഒരുപോലെ അല്ലേ കാണാൻ പറ്റൂ, എന്നാലല്ലേ അവരിൽ നിന്നെല്ലാം നല്ലൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ എന്തെങ്കിലും കാണിക്കും. പ്രിയങ്ക, ഫസ്റ്റ് ഷൂട്ടിന് റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. സ്ക്രിപ്റ്റൊക്കെ വായിച്ചല്ലോ, ഒന്നുകൂടി അത് മനസ്സിരുത്തി വായിച്ചോളൂ. ഉടനെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ളതാണ്. ശരി സാർ. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. അന്നേരം പിന്നെ സുകുമാരി ചെല്ലുക. എന്നിട്ട് ചോദിക്കണേ, നീ എന്തിനാണ് അയാളെ സാറേ എന്നൊക്കെ വിളിക്കുന്നത്? അയാളെ നമ്മൾ കാശ് കൊടുക്കുന്ന നമ്മുടെ ജോലിക്കാരനാ, അപ്പോൾ സാറൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി, ഇതൊക്കെ ലൊക്കേഷനിൽ ഓരോ ശീലങ്ങളാണ്, മുത്തശ്ശി വന്നേ.
ഈ സമയം ഡയറക്ടറിനും മുത്തശ്ശിയുടെ പെരുമാറ്റമൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. വേറെ വഴിയില്ലാത്ത കാരണം അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നീട് കസ്തൂരിനെ വിളിക്കുക. കസ്തൂരി, ഫസ്റ്റ് ഷൂട്ടിന് റെഡിയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ളൊരു ഷൂട്ടാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഷൂട്ടിനായിട്ട് പ്രിയങ്കയും വരുവാണ്. അന്നേരം ഡയറക്ടർ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നിങ്ങൾ രണ്ടുപേരും കോടതി മുറിയിൽ നിന്നും ഇറങ്ങി അമ്പരപ്പോടുകൂടി ഞെട്ടലോടും കൂടി ടെൻഷനിൽ നിൽക്കുവാണ്. കൂട്ടുകാരിയുടെ മരണത്തെക്കുറിച്ചറിഞ്ഞ് പ്രിയങ്ക ആകെ തകർന്ന് നിൽക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ കസ്തൂരിയും അരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്ന ആ ഒരു ഷോട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതേ കേട്ടതും പ്രിയങ്ക പറയണേ, അതെ, എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ ഒപ്പം തന്നെ ആദ്യം ഷൂട്ട് ചെയ്യാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഇപ്പോൾ തൽക്കാലം ഷൂട്ട് ചെയ്യാം. എൻ്റെ ഒരു സോളോ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് പോകുക. എന്നിട്ട് മുത്തശ്ശിയോട് പറയണേ, അവളുടെ ഒപ്പം ഷൂട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പൈസ മുടക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ലൊക്കേഷനിൽ ആദ്യത്തെ ഷൂട്ട് അവളുടെ മുഖം വെച്ച് തുടങ്ങണ്ട. അത് കലക്കി മോളെ, അങ്ങനെ തന്നെ വേണം. ഇന്ന് ഒരു ഷോട്ടല്ല, ഇന്നത്തെ ദിവസം തന്നെ അവളുടെ മുഖം ക്യാമറയെ കാണിക്കേണ്ടെന്ന് നീ തീരുമാനിച്ചാലും അത് ഇവിടെ നടക്കുള്ളൂ. ഈ സമയം കസ്തൂരി ഡയറക്ടറിനോട് പറയണേ, സാർ എന്താ ഇതൊക്കെ, എന്താ അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതൊക്കെ കണ്ട് ഇവിടെ സഹിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമോ? സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തത്. കസ്തൂരി, എനിക്കറിയാം, ഇയാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് നോക്കാം. അവരുടെ സ്വഭാവം കസ്തൂരിക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറക്ടർ കസ്തൂരിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുൺ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തുന്നതാണ്ടോ. അപ്പോൾ അന്നേരം അവിടെ 2-3 പേരും കൂടി ഇരിക്കുന്നൊക്കെ ഉണ്ടാവും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഈ സമയം രാധിക ഫോണിൽ വിളിച്ച് വരുൺ ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുൺ ഫോണൊക്കെ കട്ട് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം മറ്റൊരാളും വന്ന് വരുണിൻ്റെ അരികെ ഇരിക്കുക. അയാൾ വരുണിനെ കണ്ട് തിരിച്ചറിയുന്നുണ്ട്. അല്ല, വരുൺ സാറല്ലേ? ഞാൻ സാറിൻ്റെ കമ്പനിയിൽ ഇതിനു മുമ്പ് ഒരിക്കൽ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സാർ എക്സ്പീരിയൻസ് ഇല്ലയെന്നും മറ്റു ചില കാരണങ്ങളൊക്കെ പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്തു. ഈ സമയം അന്നേരം വരുൺ പറയുന്നുണ്ട്, അത് പിന്നെ കമ്പനിക്ക് അതിൻ്റേതായ റിക്വയർമെൻറ്റ്സ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വ്യക്തമായ കാരണങ്ങളാലായിരിക്കും. അല്ല, സാറെന്താ ഇവിടെ? സാറിൻ്റെ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിൽ വല്ലതുമാണോ ഈ കമ്പനി? അല്ല. ഓ, ഞാൻ കാര്യം മറന്നു. സാറിപ്പോൾ കണിമംഗലം കമ്പനിക്ക് പുറത്താണ് അല്ലേ? കമ്പനിയിൽ നിന്നും സാറ് പുറത്തായ വിവരമൊക്കെ ഇപ്പം നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ. സാറ് തന്നെ നേരിട്ട് ഇൻ്റർവ്യൂ എടുത്ത് സെലക്ട് ചെയ്ത ആളല്ലേ കമ്പനിയുടെ തകർച്ചയ്ക്ക് എൻ്റെ കാരണമായത്, ബെഞ്ചമിൻ. അല്ലെങ്കിലും നിങ്ങളെപ്പോലെ വലിയ ആൾക്കാരൊക്കെ കമ്പനിയുടെ തലപ്പത്തിരിക്കുമ്പോൾ നമ്മളെപ്പോലെ പാവം സാധാരണക്കാർ പോലെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അവരെയൊക്കെ പുച്ഛിച്ച് തള്ളി റിജക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിസ്സാരമാണല്ലോ. ഇതുപോലെ സാഹചര്യം വരുമ്പോഴല്ലേ നിങ്ങളും പഠിക്കുള്ളൂ. കണ്ടില്ലേ, ഇരിക്കുന്ന ആളുണ്ടല്ലോ, മുമ്പ് കണിമംഗലം ഗ്രൂപ്പിൻ്റെ ബോർഡിലിരുന്ന ആളാണ്. ഇപ്പോൾ ദാ നമ്മളെപ്പോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നു. അവസ്ഥ കണ്ടില്ലേ എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി ചേർന്ന് വരുണിനെ കളിയാക്കുവാണ്. വരുണിനെ അതൊക്കെ കേട്ടിട്ടാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിൽ നിൽക്കുക. ഈ സമയത്തായിരിക്കും അകത്തുനിന്ന് വരുണിൻ്റെ പേര് വിളിക്കുന്നത്. അങ്ങനെ വരുൺ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് ദേവനെയും യശോദേനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഒച്ച കേട്ട ദേവൻ അങ്ങോട്ടേക്ക് വരുക. എന്താ യശോദ അവിടെ ഒരു ഒച്ച? അത് പിന്നെ രാധികമുള്ള വിറക് വെട്ടുക. എന്ത്, രാധിക വിറക് വെട്ടുന്നോ? അങ്ങനെ പറഞ്ഞ ദേവനും യശോദയുടെ ഒപ്പം പുറത്തേക്ക് വരുവാണ്. ഈ സമയം രാധിക അവിടെ വിറക് കീറുന്നത് കണ്ട് ദേവൻ ചോദിക്കണേ, എന്താ മോളെ, എന്താ നീ കാണിക്കുന്നത്? നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ അച്ഛാ, കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുവാണല്ലോ. വിറകടുപ്പിലുണ്ടാക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി രുചി കൂടില്ല. അത് കാരണം വിറക് കുറച്ച് വെട്ടിയിട്ട് വിറകടുപ്പിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിന് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അച്ഛനെ വിളിച്ചാൽ പോരെ, ഞാൻ വെട്ടിത്തരില്ലേ? അത് ശരി, വയ്യാത്ത അച്ഛനെ കൊണ്ട് വെട്ടിക്കാനോ? അച്ഛാ, ഇതെനിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മുമ്പൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ കണിമംഗലത്ത് പോയപ്പോൾ അവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. എന്നാലും മോളെ, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അത് കണ്ട് അച്ഛനെ നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. വരുണിൻ്റെ ജീവിതത്തിലേക്ക് നീ പോയപ്പോൾ അതുപോലെ നിൻ്റെ അമ്മ നിന്നെ തേടി വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഒത്തിരി ആശ്വസിച്ചു. ഇനി എൻ്റെ മോളുടെ കണ്ണ് നനയേണ്ടി വരില്ല എന്ന്. പക്ഷെ വീണ്ടും സാഹചര്യങ്ങൾ മാറി വന്നില്ലേ? ഇതൊന്നും സാരമില്ല അച്ഛാ. വരുണിനെ കല്യാണം കഴിച്ച് ഞാൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ തലേ ദിവസം അച്ഛൻ എന്താ പറഞ്ഞത്? എന്ത് പ്രതിസന്ധി വന്നാലും ധൈര്യത്തോടെ നിൽക്കണമെന്ന്, ഭർത്താവിന് താണലാകണമെന്ന്. അത് തന്നെയല്ലേ ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ എനിക്കൊരു കഷ്ടപ്പാടായിട്ടേ തോന്നുന്നില്ല. നല്ലപോലെ അധ്വാനിക്കാനുള്ളൊരു മനസ്സെനിക്കുണ്ട്, അതിനുള്ള ആരോഗ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അക്കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷനാവണ്ട. അമ്മേ, അച്ഛനെ കൂട്ടിക്കൊണ്ട് പൊക്കി അകത്തേക്ക്. അല്ലെങ്കിൽ അച്ഛൻ ഞാനിത് ചെയ്യുന്നത് കണ്ട് വീണ്ടും സഹിക്കാൻ പറ്റാതാവും. എനിക്കിതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. അച്ഛനെ ഒന്ന് കൊണ്ടുപോയിക്കേ എന്ന് പറഞ്ഞ് ദേവനെയും കൂട്ടി യശോദനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്ടോ രാധിക. പിന്നീട് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരുടെ ചോദ്യങ്ങൾക്കൊക്കെ നല്ലപോലെ മറുപടി പറയുന്ന വരുണിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വരുണിൻ്റെ പെരുമാറ്റത്തിലും നോളജിലും
ആ ഒരു ബിസിനസ്സിൻ്റെ സ്കില്ലിലും എല്ലാത്തിലും അവർ രണ്ടുപേരും ഇമ്പ്രസ് ആകുവാണ്. അവരെങ്ങനെ വരണ്ടേ സെലക്ട് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിക്കുവാണ്. വെരി ഗുഡ്. എന്താണെങ്കിലും ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും മിസ്റ്റർ വരുണിലുണ്ട്. കഴിവാകട്ടെ എക്സലൻസ് ആകട്ടെ എല്ലാം. എന്താണെങ്കിലും ഇനി നമുക്ക് സാലറി പാക്കേജുകളെ കുറിച്ച് സംസാരിക്കാം. ഞങ്ങളുടെ മാനേജർ ഉടനെ എത്തും. ഈ സമയത്ത് തന്നെ സാറ അങ്ങോട്ട് എത്തുവാണ്. സാറയെ കാണുന്നതും വരുണിൻ്റെ മുഖമൊക്കെ മാറുവാണ്ടോ. ഈ സമയം സാറ വരുണിനെ കണ്ടിട്ട് ചോദിക്കണേ, എന്തായി കാര്യങ്ങളൊക്കെ? ഇയാളെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. നല്ല ആളാണ്, നല്ല റെക്കോർഡ്സും ബിസിനസ്സിനെ കുറിച്ച് നല്ല നോളജും നല്ല സംസാരം ഒക്കെയാണ്. അത് കേട്ടിട്ട് സാറ് ദേഷ്യപ്പെടണേ, നിങ്ങൾ എങ്ങനെയാണ് ഇയാളെ സെലക്ട് ചെയ്തത്? ഇയാൾ ആരാണെന്നറിയോ? ഫോർമർ MD ആയിരുന്നു കണിമംഗലം ഗ്രൂപ്പിൻ്റെ. കണിമംഗലം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണക്കാരനായ ആളാണ് ഈ മുമ്പിലിരിക്കുന്നത്. കമ്പനി നശിപ്പിച്ചു, ഉണ്ടായിരുന്ന കുടുംബ വീടും നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്ന ആളായത്. എ ബിഗ് ഫെയിലിയർ. ഇയാളെയാണോ നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്? സോറി മാഡം, ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്താ വരുൺ, ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ മുമ്പ് എന്തായിരുന്നുവെന്നും മുമ്പ് ഒരു കമ്പനിയുടെ MD ആയിരുന്നുള്ള കാര്യമൊന്നും നിങ്ങളൊന്ന് വെളിപ്പെടുത്താതിരുന്നത്? അന്നേരം വരുൺ അങ്ങ് ദേഷ്യം വരുക. വരുൺ പറയണേ, നിങ്ങളായിരുന്നു ഇവിടുത്തെ മാനേജർ എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. എനിവേ ഞാൻ പോകുന്നു. താങ്ക് യു സാർ, താങ്ക് യു മാഡം എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുവാണ്. ഈ സമയം സാറ വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. അതെ, ഒന്ന് നിന്നേ. നിങ്ങൾ എന്താ വിചാരിച്ചത് സിമ്പിളായിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്നോ? എന്നാൽ അതിന് നിന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഈ സാറേ ഇതുപോലെ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു എന്ന് വരും. നിന്നെയും നിൻ്റെ ചേട്ടനെയും അച്ഛനെയൊക്കെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നിനും സമാധാനം തരില്ല. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ സാറാ. ഈ സമയം വരണാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് അവിടെ പുറത്ത് നിൽക്കുന്ന സൂര്യയുടെ അരികിലേക്ക് കൽപ്പനയും ഉർവശിയും വരുവാണ്. എന്നിട്ട് ഉർവശി പറയണേ, സൂര്യ കണ്ടില്ലേ, ആ കാറെ ആകെ പൊടി പിടിച്ച് നാശമായി കിടക്കുക. നീ ഇപ്പോൾ വെറുതെ നിൽക്കുമല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ആ കാറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കും. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? നിനക്കതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ സൂര്യ കൂടുതലായിട്ട് ഇവരെ എതിർക്കുന്നത് നല്ലതല്ലെന്നും മാത്രമല്ല പത്മിനിക്ക് കൊടുത്ത വാക്കുമൊക്കെ ഓർത്തിട്ട് മറ്റൊന്നും പറയാതെ അവർ പറഞ്ഞ കാര്യത്തിന് സമ്മതിക്കുവാണ്ടോ. പിന്നീട് ഷൂട്ടിംഗ് സെറ്റിലെ പ്രിയങ്കയും മുത്തശ്ശിനെയുമാണ് കാണിക്കുന്നത്. അന്നേരം ഡയറക്ടർ അടുത്തതായിട്ട് ചെയ്യാനുള്ള സീനിൻ്റെ ഡീറ്റെയിൽസ് പ്രിയങ്കയോട് പറയുവാണ്. കസ്തൂരി പ്രിയങ്കയുടെ കവളത്ത് അടിക്കുന്ന ഒരു സീനാണ് കേട്ടോ ചെയ്യാനുള്ളത്. അത് കേൾക്കുന്നത് മുത്തശ്ശിയും പ്രിയങ്ക അതിനെ എതിർക്കുവാണ്. മുത്തശ്ശി പറയണേ, അങ്ങനെ അവൾ എൻ്റെ മോളെ അടിക്കുന്ന ഒരു സീനും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ കൊടുക്കുന്ന പൈസയുടെ ചുളുവിൽ അവൾ എൻ്റെ മോൾ അങ്ങനെ അടിക്കണ്ട. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന വരുൺ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരുൺ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ വരുൺ ഒന്ന് ചീറപ്പ് ചെയ്യുന്ന രാധികേനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്